ബസ്സിൽ വെച്ച് വയോധികരെ പരിചയപ്പെടുന്ന ഒരാൾ സൗഹൃദം നടിച്ച് സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കും. ഇതുപോലെ ഒരെണ്ണം നിർമ്മിച്ച് ഉടൻ തിരികെ നൽകാമെന്നായിരിക്കും ഉറപ്പ്. ശേഷം അവിടെ നിന്ന് മുങ്ങും. കണ്ണൂരിൽ പാവങ്ങളെ പലവട്ടം പറ്റിച്ച മോഷ്ടാവ് ഒടുവിൽ പോലീസിന്റെ പിടിയിലായി. പയ്യാവൂരിൽ നിന്ന് ബസ്സിൽ യാത്ര ആരംഭിച്ചതാണ് വയോധികനായ നാരായണൻ. യാത്രക്കിടെ ഒരാൾ സമീപത്ത് വന്നിരുന്നു. ഭാസ്കരൻ എന്ന് സ്വയം പരിചയപ്പെടുത്തി. നാരായണന്റെ വിശ്വാസം പിടിച്ചുപറ്റി. സംസാരത്തിനിടെ ഇയാൾ നാരായണന്റെ വിരലിലെ സ്വർണ്ണമോതിരത്തെക്കുറിച്ചും ചോദിച്ചു. അത് ഊരി വാങ്ങി പരിശോധിച്ചു. ശേഷം തിരികെ നൽകി. തളിപ്പറമ്പിൽ ബസ്സിറങ്ങിയപ്പോൾ ഇയാളുടെ ആവശ്യം മറ്റൊന്നായി. നാരായണന്റെ വിരലിലേതിന് സമാനമായ മോതിരം തനിക്കും പണിയണം. മോതിരം തനിക്ക് തന്നാൽ അത് സ്വർണ്ണപ്പണിക്കാരനെ കാണിച്ച് ഉടൻ തിരികെ നൽകാം. നാരായണൻ വിശ്വസിച്ച് തന്റെ മോതിരം നൽകി. എന്നാൽ അരപ്പവന്റെ സ്വർണ്ണമോതിരവുമായി മുങ്ങിയ ആൾ പിന്നീട് തിരികെ എത്തിയില്ല. പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ നാരായണൻ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. ഒടുവിൽ കോഴിക്കോട് സ്വദേശിയായ മുഹമ്മദ് താഹ പോലീസിന്റെ പിടിയിലായി. ഇത് താഹയുടെ സ്ഥിരം പരിപാടി എന്നാണ് പോലീസ് നൽകുന്ന വിവരം.